ഹലോ ഓൾ. കീം എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളെയും പാരൻസിനെയും ഒന്നിച്ച് ബുദ്ധിമുട്ടാക്കുന്ന ഒരു പുതിയ അറിയിപ്പാണ് ഇന്നലെ രാത്രി കമ്മീഷണർ ഓഫ് എക്സാമിനേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഓൾറെഡി തന്നെ അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്തപ്പോൾ നമ്മുടെ ജില്ലയല്ല നമുക്ക് പലർക്കും തന്നെ സെന്റേഴ്സ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് വേറെ ജില്ലയാണ്. ഒരുപാട് യാത്ര ചെയ്യേണ്ട ആവശ്യമാണ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നത്. മലപ്പുറത്തുള്ള വിദ്യാർത്ഥികൾക്ക് എക്സാം സെന്റർ വരുന്നത് എറണാകുളത്ത്. എല്ലാവരും അവരുടെ ജേർണി എല്ലാം തന്നെ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാണ് പോകേണ്ടതെന്നും ട്രെയിൻ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്താണ് ഈ നിമിഷം എല്ലാ വിദ്യാർത്ഥികളും ഇരിക്കുന്നത്. ഈ നിമിഷം ഇത്തരത്തിലൊരു വലിയ അപ്ഡേറ്റുമായിട്ടാണ് CEE നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരെയും ഈ ഒരു അപ്ഡേറ്റ് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ അപ്ഡേറ്റിലേക്ക് പോവാം. മുമ്പ് തീരുമാനിച്ചിരുന്നത് ഇന്ത്യൻ എക്സാമിനേഷൻ 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ നടക്കുന്ന സമയം രാവിലെ ആയിരിക്കുമെന്നാണ്. ഇപ്പോൾ അതിൽ മാറ്റമുണ്ട്. 5 മുതൽ 9 വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയായിരിക്കും നിങ്ങൾ പരീക്ഷ കണ്ടക്ട് ചെയ്യുക. ആൻഡ് റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 11:30 മുതൽ 1:30 വരെ. ഫാർമസി എക്സാമിനേഷൻ അഭ്യർത്ഥിച്ച വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. മുമ്പ് എക്സാമിനേഷൻ 9-ാം തീയതി ആയിരുന്നു, 9 ജൂൺ. പക്ഷേ ഇപ്പോൾ ഡേറ്റ് പോലും മാറ്റിയിരിക്കുകയാണ്. 10-ാം തീയതി ജൂണിലായിരിക്കും നിങ്ങൾ പരീക്ഷ ഉണ്ടാവുക. ആൻഡ് സമയം നോട്ട് ചെയ്യണം. സമയം വൈകുന്നേരം 3:30 മുതൽ 5 മണി വരെ. ആൻഡ് റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ. സോ ഈ കാണുന്ന ഒരു അപ്ഡേറ്റ് എല്ലാ മക്കളും ഇപ്പോൾ തന്നെ നോട്ട് ചെയ്യണം. കാരണം നമ്മുടെ ജീവിതമാണ്. ഈ കാണുന്ന ഒരു സമയമോ ഒരു ഡേറ്റോ മാറിക്കഴിഞ്ഞാൽ എൻറ്റയർലി കംപ്ലീറ്റ് നമ്മുടെ ലൈഫേ മാറിപ്പോകുന്നതായിരിക്കും. എനിക്കിനി പറയാൻ വേണ്ടിയുള്ളത് കമ്മീഷണർ ഓഫ് എക്സാമിനേഷനാണ്. ഒരുപാട് തവണയായി ഞങ്ങൾ വിദ്യാർത്ഥികളെ നിങ്ങൾ ബുദ്ധിമുട്ടിലാക്കുന്നത്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ സിലബസിന്റെ കാര്യത്തിൽ പഠിക്കാത്ത പാഠം പോലും സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യമായിട്ട് സിലബസ് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് ഞങ്ങളും ഒരുപാട് തവണ അതിനു വേണ്ടിയുള്ള വീഡിയോസ് എല്ലാം ചെയ്തുകൊണ്ട് അത് വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള സിലബസ് മാത്രമാണ് ഉള്ളത്. പിന്നീട് ഞങ്ങൾ വിദ്യാർത്ഥികളെ എല്ലാവരും തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സെന്റേഴ്സിന്റെ ലൊക്കേഷൻ എല്ലാം തന്നെ മാറിയാണ് ലഭിച്ചത്. ഒരു ജില്ലക്കാർക്ക് വേറെ ജില്ലയിൽ പരീക്ഷ എഴുതേണ്ട ഒരു അവസ്ഥ. അവസാനം ഇതാ വിദ്യാർത്ഥികളുടെ എക്സാമിന്റെ കംപ്ലീറ്റ് ഷെഡ്യൂൾ തന്നെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ ഉത്തരവ് വന്നിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇനി ദയവ് ചെയ്ത് പുറപ്പെടുവിക്കരുത്. ഇതൊരു അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. പക്ഷെ മക്കളെ, നിങ്ങൾ ആരും തന്നെ ഈ ഒരു കാരണം കൊണ്ട് പഠനം പിന്നോട്ട് പോകരുത്. നിങ്ങൾ നിർബന്ധമായിട്ടും ഇപ്പോൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ തന്നെ പഠിച്ച് നിരന്തരമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ലൈവ് ക്ലാസ്സുകളാണ് നിരന്തരമായിട്ട് ഞങ്ങൾ എല്ലാവരും തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നത്. ലൈവ് എല്ലാം അതിഗംഭീരമായിട്ട് ഫോളോ ചെയ്ത് ഈ വരുന്ന കീം എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് നമ്മൾ ഫുൾ പ്രാപ്തരായിട്ട് തന്നെ വേണം എക്സാം എഴുതാൻ വേണ്ടി പോകാനായിട്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്.